ഹായ് ഗേഴ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയ വീട്ടുമൂഴി ബലിക്കടവിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൽ ഉള്ള ഒരു സ്ഥലമാണ്. സത്യത്തിൽ ഞാനിവിടെ വന്നത് ഒരു ചെറിയ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ആവശ്യം എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. കാരണം എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഇത് ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് പറഞ്ഞു തരാം. പിന്നെ ഇവിടെ സത്യത്തിൽ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു അന്യായ വൈബാണ്. ഇവിടെ ഒരു ഷൂട്ടിങ്ങിനുള്ള ലൊക്കേഷൻ, ഷോർട്ട് ഫിലിമിനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ കല്യാണത്തിന് മുമ്പ് നടത്തുന്ന അത് ആ ഇവൻസിൻ്റെ ഒരു പേര് പറയുമല്ലോ സാറേ, സേവ് ദ ഡേറ്റ്. അതെ, എൻ്റെ കൂടെ എൻ്റെ അമ്പലത്തിലെ മാനേജർ സാറും കൂടെ വന്നിട്ടുണ്ട്. സേവ് ദ ഡേറ്റ് പരിപാടി. അപ്പം അതിനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷനാണ്. ഇവിടെ സത്യത്തിൽ സാറാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ മൊത്തത്തിൽ ഈ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ പരിപാടിയുമായിട്ട് ഈ ലൊക്കേഷൻ യോജിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എൻ്റെ അല്ല ഞങ്ങളുടെ പരിപാടിയുമായിട്ട് ഈ ലൊക്കേഷൻ യോജിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഇത് കണ്ടില്ലേ, ഇവിടെ നല്ലൊരു ഞാനത് കാണിച്ചു തരാം. ഇവിടെ കണ്ട വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഫലകം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് വന്നാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കണ്ടില്ലേ. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, മഴ വന്നാൽ വേറെ നിവൃത്തിയൊന്നുമില്ല. കണ്ട മോളിൽ നനയാന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അയ്യോ, മോളിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൽ നനയുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കണ്ടില്ലേ, എൻ്റെ പൊന്നോ, എന്നാ ലൊക്കേഷനാണ് ഇതില്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബലിതർപ്പണം നടക്കുന്ന കടവാണ് കേട്ടോ. സാറേ, ഇവിടെ ബലിതർപ്പണം നടത്തുന്നതല്ലേ? ഓ, ഇത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഒരു അമ്പലത്തിന്റെ ബോർഡ് കണ്ടില്ലേ, ഒരു ആർച്ച് കണ്ടില്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം അല്ലേ? പഴയ വീട്ടുമൂഴി ക്ഷേത്രമാണ്. അപ്പൊ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കടവാണ് കണ്ടോ. ആൾക്കാരൊക്കെ ബലിതർപ്പണം നടത്തിയിട്ട് ഇലയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഓ, അവിടെ കയറ് വെട്ടിട്ടുണ്ട് കേട്ടോ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഓ, അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. കണ്ടില്ലേ, എങ്ങനെയുണ്ട് ലൊക്കേഷൻ, എങ്ങനെയുണ്ട്. അതുകൊണ്ട് ഈ മുളക്കീറുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ട ഇതുണ്ട്. ഇവിടെ ഒരു മുളയുടെ അടിപൊളി ലൊക്കേഷൻ എന്നും പറഞ്ഞാൽ പോരാ, ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ. കണ്ട, സൂപ്പർ. അയ്യ, ഒന്നുണ്ടല്ലേ ഇത് വെള്ളം. ഓ, അങ്ങോട്ടാണ് ഒഴുക്ക് കേട്ടോ, ആ ഭാഗത്തോട്ടാണ്, അങ്ങോട്ടാണ് ഒഴുക്ക് ശരിക്കും, ഇങ്ങോട്ടല്ല. അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പുറത്ത് ഒരു മുളങ്കാട്. മൊത്തത്തിൽ കിടിലം വൈബാ കേട്ടോ. എന്തായാലും ഈ സ്ഥലം ഒരു അടാറ് സ്ഥലം തന്നെ കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ ലൊക്കേഷൻ. ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളങ്ങനെ പഴയ വീട്ടുമൂഴി ബലിക്കടവിൽ നിന്നും നേരെ വന്നത് ശരിക്കും കട്ടക്കാൽ, വെള്ളനാട് തന്നെ കട്ടക്കാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സത്യത്തിൽ ഇവിടെ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ലൊക്കേഷനാണ്. ഞങ്ങൾ ഇന്ന് 3 സ്ഥലങ്ങൾ അല്ല 3 സ്ഥലങ്ങൾ ഞങ്ങളിന്ന് പോകുന്നുണ്ട്. ഞാൻ പറയില്ലായിരുന്നു, എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. ആ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് 3 സ്ഥലങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ അധികം ആരും അങ്ങനെ വന്ന് വലിയ പരിചയമൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ പൊതുവിൽ ആൾക്കാർക്കൊന്നും വലിയ അറിവില്ലാത്ത ഒരു സ്ഥലമാണ് ശരിക്കും ഈ കട്ടക്കാൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും കണ്ടൽക്കാടുകൾ നിറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, കൊക്കുകളും ഒക്കെ ആയിട്ട് ദൂരെ അങ്ങ് ദൂരെ കണ്ടോ, ഇഷ്ടം പോലെ കൊക്കുകളും കണ്ട. ഇത് കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു അടിപൊളി സ്ഥലമെന്നും പറഞ്ഞ പോരാ, നല്ല കിടിലൻ വൈബുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ താണ്ടേ അങ്ങ് ദൂരെ കണ്ടില്ലേ, അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ, നല്ല നല്ല സീനറിയുള്ള നല്ല കിടിലൻ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഇവിടെ നിറച്ച് ചെളിയാ കണ്ടില്ലേ. നമുക്ക് ഇതുവഴി കയറിപ്പോവാം. ഈ തെങ്ങിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കയറിപ്പോവാം. പിന്നെ ഇവിടെ ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശുദ്ധജല തടാകം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഈ ശുദ്ധജല തടാകം വരുന്നതിന് മുമ്പ് അതുവഴി ഒരു റോഡാണ് ആ ഭാഗത്തൂടെ. ഇതുകൊണ്ട് കണ്ടില്ലേ, എൻ്റെ ബാക്ക് സൈഡിൽ ആ ഭാഗത്തൂടെ ഒരു റോഡാണ്
പോകുന്നത്. പക്ഷെ ആ റോഡ് വരുന്നതിന് മുമ്പായിട്ട്, അല്ല, ഈ ശുദ്ധജല തടാകം വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ധാരാളം സ്ഥലങ്ങൾ ശരിക്കും ഭയങ്കര ഹരിതാഭമായിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കണ്ടില്ലേ, മണ്ണൊക്കെ എടുത്ത് തറയിലൊക്കെ വേണ്ടേ മൊത്തം ഇപ്പം ചെളിക്കുണ്ട. നമുക്ക് സത്യത്തിൽ ഇതുവഴി സുഖമായിട്ട് പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. സുഖമായിട്ട് കിടന്ന് ഉരുളാൻ പറ്റുന്ന ഒരു അടിപൊളി ലൊക്കേഷനായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടുത്തെയൊക്കെ വൈബ് മാറി. എനിക്ക് തോന്നുന്നു ഈ ശുദ്ധജല തടാകമൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഇത് കൂടുതൽ ഭംഗിയാക്കി മാറ്റാൻ ശ്രമിക്കുമായിരിക്കാം. പക്ഷെ പ്രകൃതിദത്തമായ ആ ഒരു ഭംഗി ഇതിൻ്റെത് പോയി കേട്ടോ. മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് കണ്ട സമയത്ത് ഇതൊന്നും അല്ലായിരുന്നു ഇവിടുത്തെ ലൊക്കേഷൻ. ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ ഇവിടുത്തെ. എന്നിട്ടില്ല ഇപ്പൊ ഇവിടെ ഈ ശുദ്ധജല തടാകത്തിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ? അതുകൊണ്ട് അങ്ങ് ദൂരെ ഈ മണ്ണ്, അതായത് ശുദ്ധജല തടാകത്തിന് വേണ്ടിയിട്ട് ഇതിനടിയിലുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പർപ്പസാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ, ഇത് നേരത്തെ സത്യം പറഞ്ഞ ആ ഭാഗത്ത് ഇപ്പൊ നമുക്ക് അവിടെ ആ റോഡ് കാണാം. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതുകൊണ്ട് അതുവഴി വണ്ടികളൊക്കെ പോകുന്ന റോഡ് കണ്ടില്ലേ, ആ റോഡ് ഇപ്പൊ നമുക്ക് കാണാം. നേരത്തെ ആയിരുന്നെങ്കിൽ ഈ റോഡും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മരങ്ങളും അതേപോലെ സസ്യലതാദികളും പുല്ലുകളും പുൽമേടുകളും ഒക്കെ ആയിട്ട് നല്ല കിടിലൻ വൈബായിട്ട് കിടന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ വണ്ടികളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറേ സസ്യലതാദികളൊക്കെ ഒരുപാട് നശിപ്പിച്ച് കളഞ്ഞിട്ട് അത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. കണ്ടില്ലേ, എന്നാ സ്ഥലമൊന്നും നോക്കിയ കണ്ടോ. ഒരു കിടിലൻ ലൊക്കേഷൻ എന്നും പറഞ്ഞാൽ പോരാ, നല്ല കിടിലൻ ലൊക്കേഷൻ കണ്ടോ. എന്തൊരു ഭംഗിയെന്നറിയാമോ ഇവിടുത്തെ ഈ പ്രദേശം കാണാനായിട്ട്. എൻ്റെ കൂടെ വേണ്ടേ നമ്മുടെ മാനേജർ സാറും ഉണ്ട്. ഹായ് സാർ, എന്റെ വീഡിയോ ഒക്കെ ഉണ്ട്, ഹായ് എടുക്കും സാറേ. കണ്ടില്ലേ, സൂപ്പർ ലൊക്കേഷനില്ലേ. എന്തായാലും നമുക്ക് ഇതുവഴി ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. സത്യം പറഞ്ഞ ഒരു ഗ്രാമീണ ഭംഗി ശരിക്കും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് കണ്ടില്ലേ, ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ചാടണമെന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ആഴം എത്ര ഉണ്ടെന്ന് അറിയാൻ വയ്യ, അത് ചാടാനൊരു പേടി. കണ്ടില്ലേ, എന്തായാലും കുറേ ജനങ്ങൾക്ക് കുടിവെള്ളം വരുന്ന ഒരു വൻ പദ്ധതിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നെയ്യാർ ഡാമിൻ്റെ ഒക്കെ കൂട്ടെ ഇതും വളരെ വിപുലമായിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് സജ്ജീകരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആളുകൾക്ക് പ്രയോജനകരമാക്കാം. എന്ന് പറഞ്ഞാൽ രണ്ട് പർപ്പസും നടക്കും. ഒന്നെന്ന് പറയുന്നത് ശുദ്ധജല തടാകം, രണ്ട് ടൂറിസം ഡെവലപ്മെന്റ്. ഈ രണ്ട് പർപ്പസും ഒരുപോലെ നടത്താൻ പറ്റുന്ന ഒരു കിടില സ്ഥലമാണ് കേട്ടോ. ഇപ്പൊ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും വേറൊരു ലോകത്തെത്തിയ പോലെ. ഇവിടെ വന്നെങ്കിലേ അതിന്റെ ഒരു സുഖം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, നമുക്ക് ഒന്ന് കളിച്ചിട്ട് വന്നാലോ. ബോൾ എടുത്തിട്ടില്ലേ? അയ്യോ, അതുകൊണ്ട് അവിടെ ഗോൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫുട്ബോൾ കളിക്കാം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പുൽമേടായതുകൊണ്ട് നമ്മളിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലൊക്കെ കളിക്കുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കളിച്ചിട്ട് വരാം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഇത് കാണുമ്പോൾ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഇങ്ങനെ കുടിവെള്ള പദ്ധതിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നല്ലതിന് തന്നെ. പക്ഷേ ഇനിയായാലും നമ്മുടെ ആ ഒരു പഴയ വൈബുണ്ടല്ലോ, ആ ഒരു പഴയ വൈബിലോട്ട് സത്യം പറഞ്ഞാൽ ഇതിനെ തിരിച്ചെത്തിക്കണം. ശുദ്ധജല തടാകമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ പ്രകൃതിദത്തമായ അവസ്ഥയിലോട്ട്, ആ നാച്ചുറാലിറ്റിയിലോട്ട് ഇതിനെ തിരിച്ചു കൊണ്ടുവന്നാൽ അത് വേറൊരു ലെവലാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എനിക്ക് അന്ന് വന്ന സമയത്ത് ഇതൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല. ഇതുകൊണ്ടില്ലേ ഇവിടെയൊക്കെ പാടശേഖരത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് പോലെ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. എന്താ ഇഷ്ടം പോലെ കൊക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഇതാണ്ട് കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ വെള്ളക്കെട്ടുകളുണ്ട് കേട്ടോ, കുഴികളെ. ചിലപ്പം അതിനകത്തെങ്ങാണം കാല് വെക്കുന്നത് ഇവിടെ വളരെ സൂക്ഷിച്ചു വേണം. താഴെ നോക്കി നടന്നില്ലെങ്കിൽ മിക്കവാറും നമ്മൾ ചെളിയിൽ പുഴഞ്ഞു പോകും.
ഇവിടെയൊക്കെ ചെറിയ തോട് പോലെ ഇങ്ങനെ എടുത്ത് വിട്ടിട്ടുണ്ട്. അതാണ് കണ്ടില്ല ഇഷ്ടംപോലെ കൊക്കുകൾ. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, കാരണം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ കൂടുതൽ അതിൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, അയ്യോ അടുത്തോട്ട് പോയി അത് പറന്നു പോയി എന്ത് ചെയ്യും? സത്യം പറഞ്ഞ പണ്ടത്തെ പാടശേഖരത്തിലൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ കേട്ടോ. അപ്പോ തെങ്ങുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ മിക്കവാറും തെങ്ങിന്റെ എല്ലാം മണ്ട പോയതാ. കാരണം അങ്ങോട്ട് ഒരു തെങ്ങിൻ തോപ്പാ കേട്ടോ. എന്ത് വൈബെന്നറിയാമോ, ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം കേട്ടോ, അടിപൊളി. ശേ ഇപ്പൊ എനിക്കൊന്ന് മണ്ടരിയുടെ രോഗമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ, തെങ്ങിന്റെ ഒക്കെ മണ്ട പോയിരിക്കുക. ഈ തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ എന്നാ വിലയാ. അപ്പോ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും എല്ലാം വില. കാര്യം എന്താ, ഇപ്പൊ കേരളത്തിൽ തെങ്ങില്ല, തേങ്ങയില്ല, മൊത്തം വെളിയിൽ നിന്ന് വരണം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലൊക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കിരീടം പാലത്തിലോട്ടാണ് പോണത്. കിരീടം പാലം എന്ന് പറഞ്ഞാൽ വെള്ളായണിയിൽ. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെയും കുറെ ആവശ്യങ്ങളുണ്ട്. പിന്നെ അവിടെ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയും ഇതുപോലെ ടൂറിസം ഡെവലപ്മെന്റ് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം, കിരീടം പാലത്തിൽ. ഗേസ് ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അങ്ങ് വെള്ളായണിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടേ തയ്യാറെടുത്ത് ഇവിടെ വന്നിരുന്നതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ നിറച്ച് ഈ കോമ്പുല്ലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുണ്ടിലൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, കണ്ട എൻ്റെ മുണ്ടിൻ്റെ അവസ്ഥ കണ്ടോ, നിറച്ച് കോമ്പുല്ല് കണ്ട, കോമ്പുല്ല് കൊണ്ട് ഇരിക്കുക കംപ്ലീറ്റ്. അപ്പോൾ സാറ് വേറൊരു വഴി വരെ പോയി, ഇപ്പൊ പുള്ളി വരും. അപ്പോൾ സാറ് വരുന്നിടം വരെ ഞാൻ ഈ കോമ്പുല്ലിനെ പറിച്ചുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എന്തൊരു കഷ്ടമെന്ന് അറിയാമോ, വെള്ളായണിക്ക് പോകണം. കണ്ട ഇതാണ് കോമ്പുല്ല്. ഇതിന് പല ദേശത്ത് പല പേരായിരിക്കും. ഇതിങ്ങനെ കിളിച്ച് നിൽക്കും. ഇതിങ്ങനെ ഇതേന്ന് മുണ്ടേ കയറി പറ്റി പിടിച്ചത് ഇതിങ്ങനെ നമ്മൾ എടുത്തു കളഞ്ഞേ പറ്റുള്ളൂ. നല്ല ചൊറിച്ചില്ല കേട്ടോ. കാലയിൽ ഇതിരിക്കും തോറും അല്ല, മുണ്ടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് കാലേ പറ്റും. കാലേ പറ്റിക്കഴിഞ്ഞാൽ കാലിൽ ഇങ്ങനെ കൊണ്ട് ഒരഞ്ഞ് ഇരിക്കും. നല്ല ചൊറിച്ചിലാണ്. ദൈവമേ, എന്തായാലും ഇന്ന് ഒരു ദിവസത്തേക്കുള്ള ജോലിയായി കേട്ടോ. ഇന്ന് പറയുന്നത് എൻ്റെ അമ്മോ, ഇത് സത്യത്തിൽ നനച്ചാലൊന്നും പോകുന്നില്ല കേട്ടോ. ഈ 2-3 ദിവസം കഴിയുന്ന ഉടനെ അത് ഉണങ്ങി പോവും. എന്നാലും നല്ല മെനക്കേടായിപ്പോയി. അയ്യോ. അപ്പോൾ ഇനി ഇതൊക്കെ പറക്കിയിട്ട് നേരെ ഇനി വെള്ളായണിക്ക് വിടാം. അയ്യോ, അവിടെ വേറൊരു ഡ്രസ് കോഡായിരിക്കും.